വെൽക്കം ടു ഡിലൈറ്റ് ഡോം. ഇന്ന് ഞാനിവിടെ ചക്ക വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 20 പഴുത്ത ചക്കച്ചുള ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ അതിന് വേണ്ടി അത് നന്നായിട്ട് അരച്ച് മിക്സിയിൽ ജാറിലിട്ട് അരച്ചിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ പഴുത്ത ചക്കച്ചുള കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. അതിനുശേഷം വേറെ പഞ്ചസാരയോ വേറെ ഒന്നും അതിൽ ചേർക്കേണ്ട. അതിനുശേഷം നമുക്ക് ആ ജാറിൽ ചക്ക അരച്ച് വെച്ചേക്കുന്നത് അവിടെ വച്ചിട്ട് അടുത്ത് തന്നെ ശർക്കര പാനിയാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉണ്ട ശർക്കരയാണ് എടുത്തേക്കണം. ഉണ്ട ശർക്കരയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ട ശർക്കര ഒരു ഉണ്ട എടുത്തു. ആ ഒരു ഉണ്ട ശർക്കരയിൽ ഒരു 5 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പാനിയാക്കാൻ വെച്ചു. അതിനുശേഷം കുറച്ച് ജീരകം, ഒരു ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു 10 ഏലക്കായ വറുത്ത് തൊലി കളഞ്ഞ് വറുത്ത് പൊടിക്കാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ വറക്കാനായിട്ട് ആദ്യമേ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അത് പൊടിക്കണം. മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് വേണം പൊടിക്കാൻ. എന്നാൽ മാത്രമാണ് അതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫൈനായിട്ട് പൊടിയണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് നെയ്യൊന്ന് അലിന്ന് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്യൂരി അതിലേക്ക് ഇടുക. അപ്പോൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ അരച്ച് വെച്ചിരിക്കുന്ന കണ്ടൻറ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നെയ്യിൽ കിടന്ന് അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അതിലുള്ള ഒരു ജലാംശമൊക്കെ ഒന്ന് വറ്റനാടം വരെ ഒന്ന് ഇളക്കി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുറച്ച് നേരം തീയിൽ കിടന്ന് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് മതി. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം താഴെ ഒട്ടിപ്പിടിക്കുകയില്ല. നിങ്ങളിനി വേറെ ഏതെങ്കിലും പാനിൽ ഉണ്ടാക്കുമ്പോൾ അതിന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ജലാംശമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ചക്കപ്പഴത്തിൽ ഡിഫോൾട്ടായിട്ടുള്ള ജലാംശം നമുക്ക് കളയേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ജസ്റ്റ് ഒന്ന് അത് അലിന്ന് വരുമ്പോഴത്തേക്കും തന്നെ ഓഫ് ചെയ്ത് ആറാനായിട്ട് വെക്കണം. അപ്പോൾ ആ ശർക്കരപ്പാനി ഈ ചക്കപ്പഴത്തിൻ്റെ നെയ്യുടെയും കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് എല്ലാം മിക്സ് ആകണ രീതിയിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ 20 ചുള ചക്കപ്പഴത്തിന് 1 ഉണ്ട ശർക്കരയാണ് എടുത്തേക്കുന്നത്. കുറച്ച് മധുരം മുന്നോട്ട് നിൽക്കണം. എന്നാലാണ് നമുക്കിതൊരു ജാം പോലെയും അതുപോലെ ചുമ്മാ ഒരു സ്പൂണിലിട്ട് സ്കൂപ്പ് പോലെ കഴിക്കാനും ഒക്കെ ഇട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ജാമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ജാമിൻ്റെ പുറത്തുനിന്ന് വാങ്ങുന്ന നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജാമിൻ്റെ അതേ ടെക്സ്ചർ അതേ ടേസ്റ്റ് തന്നെയല്ല കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് ഒടിച്ചു കൊടുത്തത് നമുക്ക് നന്നായിട്ട് വഴറ്റി എല്ലാം അതിൽ നന്നായിട്ട് മിക്സ് ആകണ രീതിയിലേക്ക് നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് മിക്സായി എന്നിട്ട് ഇതിൻ്റെ ഒരു ജലാംശം ഈ ശർക്കരപ്പാനിയിൽ ഉള്ള ജലാംശവും അതുപോലെ ചക്കപ്പഴത്തിൽ ഇനി ബാക്കിയുള്ള ജലാംശമൊക്കെ വരട്ടി വന്നാടം വരെ ഇതൊന്ന് ഇളക്കി ഇത് ചെയ്യണം. അപ്പോൾ പതുക്കെ ഇത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമ്മളിനി പിന്നെ അവിടെ നിന്ന് അടുപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കരുത്. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും ഇങ്ങനെ തന്നെയാണ്, കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒന്നുകൂടി ഒരു തിക്നെസ് ആകണയിടം വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് കുറച്ചുകൂടെ ഒന്ന് കുറയും. എന്ന് വെച്ചാൽ തിക്കായിട്ടുള്ളൊരു ഇത് വരും. എന്നാൽ അതേസമയം ഭയങ്കര കട്ടിയായിട്ടുള്ള തിക്നെസ് അല്ല, നമുക്കിങ്ങനെ കോരിയെടുക്കാൻ പാകത്തിനുള്ളൊരു തിക്നെസ്സിൽ ലെവലിൽ നമ്മളത് അതിൻ്റെ ആ തീ ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെള്ളം ഉപയോഗിച്ചിട്ടുള്ള വെള്ളം കണ്ടൻറ്റുള്ള ഒരു സ്പൂണോ ഒന്നും ഇട്ട് ഇതിൽ ഇളക്കരുത്. അപ്പോൾ അത് നമുക്കിത് കുറച്ച് നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കപ്പഴത്തിൻ്റെ വരട്ടിയത് ആണെന്ന് പറയാം, ജാം പോലെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് ചക്കയപ്പം പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ പല 3-4 കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിത് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരേണ്ടത് ഏകദേശം പാകം ആറാറായിട്ടുണ്ട്.
അത് നമ്മൾ കൈയെടുക്കാതെ ലാസ്റ്റ് ടൈമിലേക്ക് ആകുമ്പോഴത്തേക്കും കൈയെടുക്കാതെ ഇങ്ങനെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ പാനിൽ ഇങ്ങനെ രീതിയിലേക്കോ അത് മാത്രമായിട്ടുള്ള കണ്ടന്റ് അപ്പോൾ ഹൽവ പോലെയും കൺസിസ്റ്റൻസിയാണ് ഇതിനിപ്പോൾ വരുന്നത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ അത് നമ്മുടെ ആ സ്പൂണിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഒത്തിരി ലാസ്റ്റ് ടൈമിലേക്ക് വെച്ചാൽ നമ്മൾ ആ ജീരകവും ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് അത് അല്പാൽപമായിട്ട് കട്ട കെട്ടാതെ അവിടെ ഇവിടെയും കട്ട കടിച്ച് കിടക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റോടെ നമുക്ക് ഇതിനെ ഈ കണ്ടന്റ് എല്ലാം നമ്മൾ പിന്നെ അതിൻ്റെ ആ കോൺസെൻട്രേഷൻ ഈക്വലൈസ് ചെയ്യുന്നതിൻ്റെ വരെ അതൊന്ന് ചക്കപ്പഴത്തിൻ്റെയും ശർക്കരയുടെയും ലായനിയിൽ കിടന്ന് അതുമായിട്ട് എല്ലാം ബ്ലെൻഡ് ആവും നന്നായിട്ട് ഫുള്ളായിട്ട് എല്ലാ കണ്ടന്റും അങ്ങനെ ഇത് ഇനി കുറച്ച് 2 മിനിറ്റോടെ ഇതേപോലെ ഇരുന്ന് ഒരു മിനിറ്റോടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കണം. നന്നായിട്ട് നല്ല രീതിയിൽ ഇത് തിളച്ച് വറ്റി അതിൻ്റെ വെള്ളം വാട്ടർ നല്ലൊക്കെ പോയി വരും. കുറച്ചുകൂടെ ഒരു പാകത്തിനോടെ കുറുകിയതിന് ശേഷം നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് അതുപോലെ നമ്മുടെ അത് തിളക്കാനായിട്ട് വെക്കണം. പേസ്റ്റ് നന്നായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിരിച്ച് നമ്മളിങ്ങനെ കൈ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം. ഇങ്ങനെ വെച്ചിട്ടൊന്നും മാറി പോകുന്നത് ഓഫ് ചെയ്യാൻ പിടിച്ച് കരിഞ്ഞു പോകാൻ നമുക്കത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പല കാര്യം ഞാൻ പറഞ്ഞല്ലോ, ജാം പോലെ ഉപയോഗിക്കും, ബ്രെഡിൻ്റെ നമുക്ക് തേച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇനി അരിപ്പൊടി ആവി കയറ്റാൻ വെച്ചാൽ മതി. കുറച്ച് തേങ്ങയും അരച്ച് ഇട്ട് ആവി കയറ്റാൻ വെച്ചാൽ മതി. അപ്പോൾ ചക്കപ്പഴം നമുക്ക് അവൈലബിൾ അല്ലാത്ത സമയത്ത് ഇതിപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നെയ്യോടെ നെയ്യ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഇതിൽ നമ്മൾ കട്ടയായിട്ടുള്ള നെയ്യാണുള്ളതുകൊണ്ട് നമ്മളത് ഒഴിച്ച് കുറച്ച് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വരട്ടി ഇളക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്യാം. മിനിറ്റോടെ ഒന്ന് ഈ നെയ്യ് ഒന്ന് അലന്ന് നന്നായിട്ടൊന്ന് വരട്ടി അതിൻ്റെ കോൺസെൻട്രേറ്റ് ആയി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കി പാകമായിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ല രീതിയിൽ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഇതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വരട്ടി അത് ജാം പോലെയും ഒക്കെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു റെസിപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പർട്ടിക്കുലർ ഒരു പേര് നമുക്ക് പറയാൻ പറ്റില്ല, ജനറലായിട്ട് പറയാം. എന്നാലും പല കാര്യത്തിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇനി തണുത്തതിന് ശേഷം പോലെ ഇരിക്കരുത്, ഒരു കുപ്പിയിലേക്ക് മാറ്റി വിട്ട് വന്നു. അത് ജാമിൻ്റെ നന്നായിട്ട് തണുത്തു. ഞാനിതെല്ലാം വരുന്നതായിട്ട് ഒരു കുപ്പിയിലേക്ക് കുപ്പി ഉണങ്ങി ജലാംശം ഇല്ലാത്ത ഒരു കുപ്പിയിലേക്കാനായിട്ട് പോകുന്നത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജലാംശത്തിനകത്ത് കുപ്പിയിലേക്ക് നന്നായിട്ട് മാറ്റി. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഈ കുപ്പിയിലേക്ക് മാറ്റണം. ഇനിയിപ്പോൾ ചൂടോടുകൂടി കുപ്പിയിലേക്ക് ഇടുവാണെങ്കിൽ അത് തുറന്ന് വയ്ക്കാനായിട്ട് നോക്കണം. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമേ അടച്ച് വെക്കാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുറത്ത് തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വയ്ക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതുണ്ടാക്കി നമുക്ക് തലേദിവസം രാത്രി ഉണ്ടാക്കി പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല ഫൈനായിട്ട് കിട്ടും. ഇതുപോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം.